നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻഡിഗോയുടെ വെബ് ചെക്കിൻ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ ഇൻഡിഗോയുടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 48 മണിക്കൂർ തൊട്ട് 60 മിനിറ്റ് ഇതിനുള്ളിൽ നമുക്ക് വെബ് ചെക്കിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതല്ല, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് 24 മണിക്കൂർ തൊട്ട് 75 മിനിറ്റ് മുമ്പ്, ട്രാവൽ ചെയ്യുന്നതിന് 75 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് വെബ് ചെക്കിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വെബ് ചെക്കിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻഡിഗോ വെബ് ചെക്കിൻ എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് വരുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വെബ്സൈറ്റിലേക്ക്, അവരുടെ വെബ്സൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മെയിനായിട്ട് അടിച്ചു കൊടുക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ബുക്കിംഗ് പ്രിഫറൻസ്, 2 ഇമെയിൽ ID അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം. അപ്പോൾ ബുക്കിംഗ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഒരു PNR നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ PNR നമ്പറും ഈ ലാസ്റ്റ് നെയിമും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര അടിച്ചതിന് ശേഷം ചെക്കിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ പേര്, പാസഞ്ചറിൻ്റെ പേര്, അതുപോലെ തന്നെ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, അതുപോലെ തന്നെ നമുക്ക് താഴെ നമുക്ക് ക്വിക്ക് ചെക്കിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ പെയ്ഡ് സീറ്റ് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്വിക്ക് ചെക്കിൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം താഴെ നമുക്ക് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ പാസഞ്ചറിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ നമ്മൾ മൊബൈൽ നമ്പർ, ഈ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അധികം കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ അഡ്രസ്സുകൾ. അതിനുശേഷം ഈ 2 കാര്യങ്ങളൊന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഐ ആം നോട്ട് എ കോവിഡ് പോസിറ്റീവ് എന്ന്, ഐ ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ അതിലും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വെബ് ചെക്ക് ഇൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് ഓട്ടോമാറ്റിക്കായിട്ട് അവർ സീറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ 12 തൊട്ട് 6 മണിക്കൂർ മുമ്പ് ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ടിക്കറ്റ് നമ്മുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്.